Once again, welcome back to my YouTube channel. So, 1000 daily use sentences in the series അഞ്ചാമത്തെ വീഡിയോയാണ്. ഇന്നും നമ്മളൊരു 100 സെൻറ്റൻസസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്. പോകാനുള്ള സമയമായോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ പോകാനുള്ള സമയമാണോ? അതെങ്ങനെ ചോദിക്കും? ആണോ എന്ന് ചോദിക്കുന്നത് ഈസ് ഇറ്റ് എന്നാണ്. അപ്പോൾ ഈസ് ഇറ്റ് ടൈം ടു ഗോ? ടൈം ടു ഗോ എന്ന് പറഞ്ഞാൽ പോകാനുള്ള സമയം എന്നാണ്. സോ ഇസ് ഇറ്റ് ടൈം ടു ഗോ എന്ന് ചോദിച്ചാൽ പോകാനുള്ള സമയമാണോ എന്നാണ് മീനിങ്. ഇസ് ഇറ്റ് ടൈം ടു ഗോ? ഇനി നമുക്ക് പോകാനുള്ള സമയമായോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നമുക്ക് എന്ന് പറയുന്നത് ഫോർ അസ് എന്നാണ്. അപ്പോൾ ഇസ് ഇറ്റ് ടൈം ഫോർ അസ് ടു ഗോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോകാനുള്ള സമയമായോ? ഇസ് ഇറ്റ് ടൈം ഫോർ അസ് ടു ഗോ? ഇനി നമുക്ക് ഇനിയും കുറച്ച് സമയമുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? നമുക്കുണ്ട്. ഉണ്ട് എന്ന് പറയേണ്ടപ്പോൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വി ഹാവ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട് എന്നാണ്. കുറച്ച് സമയം ബാക്കി എന്നെങ്ങനെ പറയും? സം ടൈം ലെഫ്റ്റ്. സോ വി ഹാവ് സം ടൈം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ബാക്കിയുണ്ട് എന്നാണ്. ഇനിയും എന്ന് പറയുന്നത് സ്റ്റിൽ ആണ്. സോ വി സ്റ്റിൽ ഹാവ് സം ടൈം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. വി സ്റ്റിൽ ഹാവ് സം ടൈം ലെഫ്റ്റ്. ഇനി അടുത്തത്, ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ നിൻ്റെ കൂടെ വരുമായിരുന്നു എന്ന് പറയണം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ വിളിക്കുവാണെങ്കിൽ ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു എന്ന് പറയത്തില്ലേ? ഞാൻ ഫ്രീ ആയിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ ഫ്രീ, ഞാൻ നിൻ്റെ കൂടെ വരുമായിരുന്നു. ഐ വുഡ് കം വിത്ത് യു. ഇഫ് ഐ വേർ ഫ്രീ ഐ വുഡ് കം വിത്ത് യു. ഞാൻ ഫ്രീ ആയിരുന്നുവെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരുമായിരുന്നു. ഇഫ് ഐ വേർ ഫ്രീ ഐ വുഡ് കം വിത്ത് യു. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ അവളെ തിരിച്ചു വിളിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അവൾക്കുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ആഗ്രഹമുണ്ട് എന്ന് പറയേണ്ടപ്പം വോണ്ട് യൂസ് ചെയ്യാം. സോ ഷീ വോണ്ട്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഞാൻ അവളെ തിരിച്ചു വിളിക്കണം എന്നല്ലേ? അപ്പോൾ ഷീ വോണ്ട്സ് മീ ടു കോൾ ഹെർ ബാക്ക്. ഷീ വോണ്ട്സ് മീ ടു കോൾ ഹെർ ബാക്ക്. ഞാൻ അവളെ തിരിച്ചു വിളിക്കണമെന്ന് അവൾക്കുണ്ട് എന്നാണ് മീനിങ്. ഷീ വോണ്ട്സ് മീ ടു കോൾ ഹെർ ബാക്ക്. ഇനി നീ സന്തോഷവതി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ വോണ്ട് യു ടു ബി ഹാപ്പി. ഐ വോണ്ട് യു ടു ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ നീ സന്തോഷവാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മീനിങ്. ഐ വോണ്ട് യു ടു ബി ഹാപ്പി. ഇനി അടുത്തത്, നീ എന്താ നിൻ്റെ റൂമിന് പച്ച കളർ അടിച്ച് എന്ന് ചോദിക്കണം. അതായത് പച്ച കളറിൽ പെയിൻ്റ് അടിച്ചത് എന്താ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഇത് പാസ്റ്റ് ടെൻസ് ആണ്. എന്തുകൊണ്ടാണ് നീ എന്നല്ലേ ചോദിച്ചത്. അപ്പം വൈ ഡിഡ് യു? ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഡിഡ് വന്നത്. നിൻ്റെ റൂം പച്ച കളർ എന്നല്ലേ പറഞ്ഞേ? പെയിൻറ്റ് യുവർ റൂം ഗ്രീൻ. സോ വൈ ഡിഡ് യു പെയിൻറ്റ് യുവർ റൂം ഗ്രീൻ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് നീ നിൻ്റെ റൂമിന് പച്ച കളർ അടിച്ചത് എന്നാണ് മീനിങ്. വൈ ഡിഡ് യു പെയിൻറ്റ് യുവർ റൂം ഗ്രീൻ? ഇനി അടുത്തത്, ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയണം. ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നത് വി നോ എന്നാണ്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അതെങ്ങനെ പറയും? വാട്ട് വി ആർ ഡൂയിങ്. സോ വി നോ വാട്ട് വി ആർ ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമുക്ക് ഇപ്പോൾ ജനലൊന്ന് തുറക്കണം. അപ്പം അവരോട് നമ്മൾ ജനലൊന്ന് തുറക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ അവിടെ എങ്ങനെ ചോദിക്കും? സോ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നുള്ള രീതിയിൽ പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ വുഡ് യു മൈൻഡ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. സോ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ പ്ലീസ്? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ പ്ലീസ് എന്ന് ചോദിച്ചാൽ നീ ജനലൊന്ന് തുറക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നുള്ള മീനിങ് ആണ്. ഇനി ഞാൻ ജനൽ തുറക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ അങ്ങനെ ചോദിക്കേണ്ടതെങ്കിലോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? ഇവിടെ ഞാനാണ് ജനൽ തുറക്കുന്നത്, അതിലെന്തെങ്കിലും വിരോധമുണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? ഇനി അടുത്തത്, ഞങ്ങൾ വളരെ അടുപ്പമുള്ളവരാണ് എന്ന് പറയണം. അപ്പം അടുപ്പം എന്ന് പറയുന്നത് ക്ലോസ് എന്നാണ്. സോ വി ആർ വെരി ക്ലോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ അടുപ്പത്തിലാണ് അല്ലെങ്കിൽ അടുപ്പമുള്ളവരാണ് എന്നാണ് മീനിങ്. വി ആർ വെരി ക്ലോസ്. ഇനി അടുത്തത്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കണം. അപ്പം എന്താ എന്ന് ചോദിക്കുന്നത് വൈ എന്നാണ്. സോ നീ എന്താണ്? വൈ ആർ യു ഇവിടെ എന്ന് പറയാൻ ഹിയർ. വൈ ആർ യു ഹിയർ? നീ എന്താ ഇവിടെ? വൈ ആർ യു ഹിയർ? ഇനി നീ എന്താ ഇപ്പോഴും ഇവിടെ എന്ന് ചോദിക്കണമെങ്കിലോ?
ഇപ്പോഴും ഇവിടെ, സ്റ്റിൽ ഹിയർ. വൈ ആർ യു സ്റ്റിൽ ഹിയർ? നീ ഇപ്പോഴും എന്താണ് ഇവിടെ എന്നുള്ള മീനിങ് ആണ്. വൈ ആർ യു സ്റ്റിൽ ഹിയർ? ഇനി നീ എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ല എന്ന് ചോദിക്കണം. സോ എന്തുകൊണ്ട് ചെയ്തില്ല, ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയതുകൊണ്ട് ഡിഡിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വൈ ഡിഡിൻ്റ് യു എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് മീനിങ്. സോ വൈ ഡിഡിൻ്റ് യു, ആരോടും പറഞ്ഞില്ല എന്നല്ലേ ചോദിച്ചത്. ടെൽ എനി വൺ. വൈ ഡിഡിൻ്റ് യു ടെൽ എനി വൺ? നീ എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ല എന്നാണ് മീനിങ്. വൈ ഡിഡിൻ്റ് യു ടെൽ എനി വൺ? ഇനി അടുത്തത്, എനിക്ക് ഇന്നൊരു സന്തോഷ വാർത്ത ലഭിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് ലഭിച്ചു, ഐ ഗോട്ട്. സന്തോഷ വാർത്ത എന്ന് പറയാൻ ഗുഡ് ന്യൂസ് എന്ന് പറയാം. ഐ ഗോട്ട് ഗുഡ് ന്യൂസ് ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നൊരു സന്തോഷ വാർത്ത ലഭിച്ചു എന്നാണ് മീനിങ്. ഐ ഗോട്ട് ഗുഡ് ന്യൂസ് ടുഡേ. ഇനി അടുത്തത്, നീ എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ഉണർന്നിരിക്കുന്നത് എന്ന് ചോദിക്കണം. ഉണർന്നിരിക്കുക എന്ന് പറയാൻ അവേക്ക് എന്ന് പറയാം. സോ വൈ ആർ യു അവേക്ക് എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ടാണ് ഉണർന്നത് എന്നുള്ള മീനിങ് ആണ്. ഇത്ര നേരത്തെ എന്ന് പറയാൻ സോ ഏർലി. വൈ ആർ യു അവേക്ക് സോ ഏർലി എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ ഉണർന്നത് എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് കഴിക്കാത്തത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നീ എന്തുകൊണ്ടാണ്, വൈ ആർ യു കഴിക്കാത്തത് എന്നല്ലേ, നോട്ട് ഈറ്റിംഗ്. വൈ ആർ യു നോട്ട് ഈറ്റിംഗ് എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ടാണ് കഴിക്കാത്തത് എന്നാണ് മീനിങ്. വൈ ആർ യു നോട്ട് ഈറ്റിംഗ്? ഇനി എനിക്ക് വിശപ്പ് തോന്നിയില്ല എന്ന് പറയണം. വിശപ്പ് തോന്നുക എന്ന് പറയുന്നത് ഫീൽ ഹംഗ്രി എന്നാണ്. അപ്പം തോന്നിയില്ല എന്ന് പറയാൻ ഡിഡിൻ്റ് യൂസ് ചെയ്യണം. ഐ ഡിഡിൻ്റ് ഫീൽ ഹംഗ്രി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പ് തോന്നിയില്ല. ഐ ഡിഡിൻ്റ് ഫീൽ ഹംഗ്രി. ഇനി എന്നെ മനസ്സിലാക്കിപ്പിക്കാൻ നീ ആരാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നീ ആരാണ്, ഹു ആർ യു. എന്നെ മനസ്സിലാക്കിപ്പിക്കാൻ എന്ന് പറയാൻ ടു മേക്ക് മീ അണ്ടർസ്റ്റാൻഡ്. സോ ഹു ആർ യു ടു മേക്ക് മീ അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ എന്നെ മനസ്സിലാക്കിപ്പിക്കാൻ നീ ആരാണ് എന്നാണ് മീനിങ്. ഹു ആർ യു ടു മേക്ക് മീ അണ്ടർസ്റ്റാൻഡ്. ഇനി അതിനിടയിൽ എവിടെയോ എന്ന് പറയണം. അതിനിടയിൽ എവിടെയോ എന്ന് പറയുന്നത് സംവെയർ ഇൻ ബിറ്റ്വീൻ എന്നാണ്. സംവെയർ ഇൻ ബിറ്റ്വീൻ. സംവെയർ ഇൻ ബിറ്റ്വീൻ. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, നീ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അതെങ്ങനെ ചോദിക്കും? കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ എന്നാണ്. സോ ആർ യു ലിസ്ണിംഗ് ഓർ നോട്ട് എന്ന് ചോദിച്ചാൽ നീ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് മീനിങ്. ആർ യു ലിസ്ണിംഗ് ഓർ നോട്ട്? ഇനി അത് നീ കാരണമാണ് എന്ന് പറയണം. കാരണം എന്ന് പറയുന്നത് ബിക്കോസ് എന്നാണ്. അപ്പം നീ കാരണം എന്ന് പറയാൻ ബിക്കോസ് ഓഫ് യു. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. അത് നീ കാരണമാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു. ഇനി എനിക്ക് ശുദ്ധവായു വേണമെന്ന് പറയണം. ശുദ്ധവായു എന്ന് പറയുന്നത് ഫ്രഷ് എയർ എന്നാണ്. സോ ഐ നീഡ് ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ശുദ്ധവായു വേണം എന്നുള്ള മീനിങ് ആണ്. ഐ നീഡ് ഫ്രഷ് എയർ. ഇനി എനിക്ക് ആരോഗ്യവതി ആയിരിക്കണം. അതെങ്ങനെ പറയും? ആരോഗ്യവതി ആയിരിക്കുക എന്ന് പറയുന്നത് ബി ഹെൽത്തി എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ആഗ്രഹം എന്നുള്ള രീതിയിലല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഐ വോണ്ട് ടു ബി ഹെൽത്തി. ഐ വോണ്ട് ടു ബി ഹെൽത്തി. എനിക്ക് ആരോഗ്യവതി ആയിരിക്കണം എന്നുള്ള മീനിങ് ആണ്. ഐ വോണ്ട് ടു ബി ഹെൽത്തി. ഇനി അടുത്തത്, അവനൊരു പുതിയ കാർ വാങ്ങാമായിരുന്നു. സോ എന്തെങ്കിലും കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയേണ്ടപ്പം കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ വെർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. വാങ്ങുക എന്നുള്ളത് ബൈ ആണ്. അതിൻ്റെ V3 ഫോം ബോട്ട് ആണ്. സോ ഹി കുഡ് ഹാവ് ബോട്ട് എന്ന് പറഞ്ഞാൽ അവന് വാങ്ങാമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. പുതിയ കാർ എന്ന് പറയാൻ എ ന്യൂ കാർ. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ എന്ന് പറഞ്ഞാൽ അവനൊരു പുതിയ കാറ് വാങ്ങാമായിരുന്നു എന്നാണ് മീനിങ്. ഹി കുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ അവളോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു എന്ന് പറയണം. അപ്പം എന്തെങ്കിലും കാര്യത്തിൽ തിരക്കിലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ വാസ് ബിസി എന്നാണ് പറയുന്നത്. ഐ വാസ് ബിസി. അവളോട് സംസാരിക്കുന്ന തിരക്കിൽ അതെങ്ങനെ പറയും? ടോക്കിംഗ് ടു ഹെർ. ഐ വാസ് ബിസി ടോക്കിംഗ് ടു ഹെർ. ഞാൻ അവളോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. ഇവിടെ എപ്പോഴും ഓർത്തോണം, ബിസി കഴിഞ്ഞ് വരുന്ന വേർബ് ING ചേർത്ത് വേണം പറയാൻ. ഐ വാസ് ബിസി ടോക്കിംഗ് ടു ഹെർ. ഇനി അടുത്തത്, സ്കൂൾ വിട്ട് കഴിഞ്ഞ് നീ നേരെ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. അപ്പം നീ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ വോണ്ട് യു ടു. സ്കൂൾ വിട്ട ശേഷം നേരെ വീട്ടിലേക്ക് വരിക. അതെങ്ങനെ പറയും? കം ഹോം സ്ട്രെയിറ്റ് ആഫ്റ്റർ സ്കൂൾ. സോ ഐ വോണ്ട് യു ടു കം ഹോം സ്ട്രെയിറ്റ് ആഫ്റ്റർ സ്കൂൾ എന്ന് പറഞ്ഞാൽ
നീ സ്കൂൾ വിട്ട ശേഷം നേരെ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എനിക്ക് അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട് എന്ന് പറയണം. അപ്പം എനിക്കുണ്ട് എന്ന് പറയേണ്ടപ്പം ഐ ഹാവ് എന്നാണ് പറയുന്നത്. സംശയങ്ങൾ എന്ന് പറയുന്നത് ഡൗട്ട്സ് എന്നാണ്. അതിനെപ്പറ്റി എന്ന് പറയാൻ അബൌട്ട് ദാറ്റ്. ഐ ഹാവ് ഡൗട്ട്സ് അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് ഡൗട്ട്സ് അബൌട്ട് ദാറ്റ്. ഇനി തർക്കിക്കുന്നത് നിർത്തുക എന്ന് പറയണം. തർക്കിക്കുക എന്ന് പറയുന്നത് ആർഗ്യൂ എന്നാണ്. അപ്പം തർക്കിക്കുന്നത് നിർത്തുക എന്ന് പറയുന്നത് സ്റ്റോപ്പ് എന്നാണ്. സ്റ്റോപ്പ് കഴിഞ്ഞ് വരുന്ന വേർബ് എപ്പോഴും ING ചേർത്ത് വേണം പറയാൻ. സോ സ്റ്റോപ്പ് ആർഗ്യൂയിങ് എന്ന് പറയും. സ്റ്റോപ്പ് ആർഗ്യൂയിങ്, തർക്കിക്കുന്നത് നിർത്തുക എന്നാണ് മീനിങ്. ഇനി നിനക്കത് അവഗണിക്കാൻ കഴിയില്ല എന്ന് പറയണം. അവഗണിക്കുക എന്ന് പറയുന്നത് ഇഗ്നോർ എന്നാണ്. അപ്പോൾ നിനക്ക് കഴിയില്ല, യു കാൺട്ട്, അവഗണിക്കുക ഇഗ്നോർ. യു കാൺട്ട് ഇഗ്നോർ ദാറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കത് അവഗണിക്കാൻ കഴിയില്ല എന്നാണ് മീനിങ്. യു കാൺട്ട് ഇഗ്നോർ ദാറ്റ്. ഇനി നീ എന്തുകൊണ്ടാണ് എന്നെ അവഗണിക്കുന്നത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നീ എന്തുകൊണ്ടാണ്, വൈ ആർ യു. അവഗണിക്കുക എന്നുള്ളത് ഇഗ്നോർ. അപ്പോൾ അത് ING ചേർത്ത് പറയണം. വൈ ആർ യു ഇഗ്നോറിങ് മീ. വൈ ആർ യു ഇഗ്നോറിങ് മീ. നീ എന്തുകൊണ്ടാണ് എന്നെ അവഗണിക്കുന്നത്. ഇനി അടുത്തത്, ആരാണ് മുറി അലങ്കരിച്ചത് എന്ന് ചോദിക്കണം. അലങ്കരിക്കുക എന്ന് പറയുന്നത് ഡെക്കറേറ്റ് എന്നാണ്. അപ്പോൾ അലങ്കരിച്ചത് അത് പാസ്റ്റ് ടെൻസ് ആണ്, ഡെക്കറേറ്റഡ് എന്ന് വരും. ഹൂ ഡെക്കറേറ്റഡ് ദ റൂം എന്ന് ചോദിച്ചാൽ ആരാണ് മുറി അലങ്കരിച്ചത്. ഹൂ ഡെക്കറേറ്റഡ് ദ റൂം. ഇനി നിനക്ക് ഇരട്ടപ്പേരുണ്ടോ എന്ന് ചോദിക്കണം. ഇരട്ടപ്പേര് എന്ന് പറയുന്നത് നിക് നെയിം എന്നാണ്. സോ ഡു യു ഹാവ് എ നിക് നെയിം എന്ന് ചോദിച്ചാൽ നിനക്ക് ഇരട്ടപ്പേരുണ്ടോ എന്നാണ് മീനിങ്. ഡു യു ഹാവ് എ നിക് നെയിം. ഇനി അടുത്തത്, അത് പഠിക്കാൻ പ്രയാസമാണോ എന്ന് ചോദിക്കണം. ഇപ്പം പ്രയാസം എന്ന് പറയാൻ നമുക്ക് ഡിഫിക്കൾട്ട്, ഹാർഡ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അത് പ്രയാസമാണോ. ഇസ് ഇറ്റ് ഹാർഡ്, പഠിക്കാൻ എന്ന് പറയാം ടു ലേൺ. ഇസ് ഇറ്റ് ഹാർഡ് ടു ലേൺ, അത് പഠിക്കാൻ പ്രയാസമാണോ. ഇസ് ഇറ്റ് ഹാർഡ് ടു ലേൺ. ഇനി അടുത്തത്, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ശ്രമിക്കുക എന്ന് പറയുന്നത് ട്രൈ എന്നാണ്. അപ്പം ഞാൻ ശ്രമിക്കുകയാണ്, ഐ ആം ട്രൈയിങ്. മനസ്സിലാക്കാൻ എന്നെങ്ങനെയാണ് പറയുന്നത്? ടു അണ്ടർസ്റ്റാൻഡ്. സോ ഐ ആം ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇനി എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയണം. അപ്പം മനസ്സിലാവുക എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡാണ്. ഇപ്പം മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇനി എനിക്ക് നീ പറയുന്നത് മനസ്സിലാകുന്നില്ല, അതെങ്ങനെ പറയും? നീ പറയുന്നത്, വാട്ട് യു ആർ സേയിങ്. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് നീ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ്. ഇനി എനിക്ക് കിടക്കാൻ തോന്നുന്നില്ല എന്ന് പറയണം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്നാണ്. സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ബെഡ്. ഗോയിങ് ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോവുക അല്ലെങ്കിൽ കിടക്കുക എന്നുള്ള അർത്ഥമാണ്. സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ബെഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിടക്കാൻ തോന്നുന്നില്ല എന്നാണ് മീനിങ്. ഇനി ഞാൻ വാക്കുകൾ മറന്നുപോയി എന്ന് പറയണം. അതെങ്ങനെ പറയും? മറന്നു പോവുക എന്ന് പറയുന്നത് ഫൊഗോട്ട് എന്നാണ്. സോ മറന്നു പോയിട്ടുണ്ട് എന്ന് പറയാൻ ഹാവിൻ്റെ കൂടെ V3 ഫോം വേണം. ഫൊർഗോട്ടിൻ്റെ V3 ഫോം ഫൊർഗോട്ടൺ ആണ്. സോ ഐ ഹാവ് ഫൊഗോട്ടൺ ദ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ മറന്നു പോയിട്ടുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് ഫൊഗോട്ടൺ ദ വേർഡ്സ്. ഇനി ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ, പൂർത്തിയാക്കാൻ തീരുമാനിച്ചു എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതെങ്ങനെ പറയും? ഐ ഹാവ് ഡിസൈഡഡ്. ഐ ഹാവ് ഡിസൈഡഡ്. എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കാൻ, അതെങ്ങനെ പറയും? ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി. സോ ഐ ഹാവ് ഡിസൈഡഡ് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി ഞാൻ നിന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഐ ഡിഡൻറ്റ് മീൻ എന്നാണ്. ഐ ഡിഡൻറ്റ് മീൻ. സോ ആശയക്കുഴപ്പത്തിലാക്കാൻ എന്നെങ്ങനെ പറയും? മേക്ക് യു കൺഫ്യൂസ്ഡ്. സോ ഐ ഡിഡൻറ്റ് മീൻ ടു മേക്ക് യു കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. ഐ ഡിഡൻറ്റ് മീൻ ടു മേക്ക് യു കൺഫ്യൂസ്ഡ്. ഇനി അടുത്തത്, എനിക്കിന്ന് സങ്കടം തോന്നുന്നു എന്ന് പറയണം. അപ്പം സങ്കടം തോന്നുക എന്ന് പറയുന്നത് ഫീൽ സാഡ് എന്നാണ്. അപ്പം എനിക്ക് സങ്കടം തോന്നുന്നു എന്ന് പറയാൻ ഐ ആം ഫീലിംഗ് സാഡ് എന്ന് പറയാം. ഇന്ന് എന്ന് പറയാം ടുഡേ. സോ ഐ ആം ഫീലിംഗ് സാഡ് ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് സങ്കടം തോന്നുന്നു എന്നാണ് മീനിങ്.
ഇനി കുട്ടികൾ ഇപ്പം കമന്ന് കിടക്കുകയോ അല്ലെങ്കിൽ കട്ടിലേൽ ചെരിഞ്ഞ് കിടക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ നേരെ ഇരിക്കുക, അതായത് കമന്ന് കിടക്കുന്ന ആ പൊസിഷനിൽ നിന്ന് നേരെ ഇരിക്കുക എന്ന് പറയത്തില്ലേ, അതിന് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് സിറ്റപ്പ്. അതായത് നേരെ ഇരിക്കുക എന്നാണ് മീനിങ് സിറ്റപ്പ്. ഇനി ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് നിവർന്നിരിക്കാൻ പറയേണ്ടതുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? എത്ര പ്രാവശ്യം എന്ന് പറയുന്നത് ഹൗ മെനി ടൈംസ് എന്നാണ്. ഞാൻ നിന്നോട് പറയേണ്ടതുണ്ട് എന്നല്ലേ, അപ്പോൾ ഡു ഐ ഹാവ് ടു ടെൽ യു. ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു ടെൽ യു? നേരെ ഇരിക്കാൻ അല്ലെങ്കിൽ നിവർന്നിരിക്കാൻ എന്ന് പറയാൻ സിറ്റ് അപ്പ് സ്ട്രെയിറ്റ്. സോ ഹൗ മെനി ടൈംസ് ഡു ഐ ഹാവ് ടു ടെൽ യു ടു സിറ്റ് അപ്പ് സ്ട്രെയിറ്റ്? അതായത് നേരെ നിവർന്നിരിക്കാൻ എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറയേണ്ടതുണ്ട് എന്നാണ് മീനിങ്. ഇനി നമ്മൾ കുട്ടികളോടൊക്കെ ഇപ്പം അവർ ഡ്രസ്സിട്ട് വരുമ്പം അകം പുറത്താക്കിയാണ് ഇടുന്നതെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഇത് തിരിച്ചാണ് ഇട്ടേക്കുന്നത് എന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? അതായത് ടീഷർട്ട് അകം പുറത്താക്കിയാണ് ഇട്ടിരിക്കുന്നത്. യു ആർ വെയറിങ് യുവർ ടീഷർട്ട് ഇൻസൈഡ് ഔട്ട്. യു ആർ വെയറിങ് യുവർ ടീഷർട്ട് ഇൻസൈഡ് ഔട്ട്. അതായത് നിൻ്റെ ടീഷർട്ട് അകം പുറത്താക്കിയാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് മീനിങ്. ഇനി ഇത് തന്നെ ഫ്രണ്ട് വശം ബാക്കിലാക്കിയാണ് ഇട്ടേക്കുന്നതെങ്കിൽ അവിടെ പറയുന്നത് യു ആർ വെയറിങ് യുവർ ടീഷർട്ട് ബാക്ക് ടു ഫ്രണ്ട് എന്നാണ്. സോ യു ആർ വെയറിങ് യുവർ ടീഷർട്ട് ബാക്ക് ടു ഫ്രണ്ട്, അതായത് ഫ്രണ്ട് ബാക്ക് സൈഡിലാക്കിയാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് മീനിങ്. യു ആർ വെയറിങ് യുവർ ടീഷർട്ട് ബാക്ക് ടു ഫ്രണ്ട്. ഇനി നിനക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എത്ര മാർക്ക് എന്ന് ചോദിക്കുന്നത് ഹൗ മെനി മാർക്സ് എന്നാണ്. നിനക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നല്ലേ, അപ്പോൾ വെർ യു ഏബിൾ ടു സ്കോർ. പരീക്ഷയിൽ എന്ന് പറയാൻ ഇൻ ദ ടെസ്റ്റ്. സോ ഹൗ മെനി മാർക്സ് വെർ യു ഏബിൾ ടു സ്കോർ ഇൻ ദ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ നിനക്ക് പരീക്ഷയിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നാണ് മീനിങ്. ഹൗ മെനി മാർക്സ് വെർ യു ഏബിൾ ടു സ്കോർ ഇൻ ദ ടെസ്റ്റ്. ഇനി അടുത്തത് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് എന്ന് പറയണം. വളരെ ക്ഷീണിച്ചു എന്ന് പറയാൻ എക്സ്ട്രീംലി ടയേർഡ് എന്ന് പറയാം. സോ ഐ ആം എക്സ്ട്രീംലി ടയേർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാതെ വളരെ ക്ഷീണിച്ചു എന്നാണ് മീനിങ്. ഐ ആം എക്സ്ട്രീംലി ടയേർഡ്. ഇനി കപ്പൊക്കെ നമ്മൾ കമത്തി വെച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ വെള്ളം കുടിക്കാൻ നേരത്ത് അത് നേരെ വെക്കുക എന്ന് പറയത്തില്ലേ, അതായത് താഴെവശം മുകളിലാകുന്ന രീതിയിൽ. അതിന് പറയുന്നത് റൈറ്റ് സൈഡ് അപ്പ് എന്നാണ്. അപ്പോൾ ടേൺ ദ കപ്പ് റൈറ്റ് സൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കപ്പ് നേരെ തിരിച്ച് വെക്കുക എന്നുള്ള മീനിങ് ആണ്. ടേൺ ദ കപ്പ് റൈറ്റ് സൈഡ് അപ്പ്. ഇനി എന്നോട് പണത്തിന് വേണ്ടി ചോദിക്കണ്ട എന്ന് പറയണം. അതെങ്ങനെ പറയും? എന്നോട് ചോദിക്കണ്ട, ഡോണ്ട് ആസ്ക് മീ. പൈസയ്ക്ക് വേണ്ടി എന്ന് പറയാൻ ഫോർ മണി എന്ന് പറയണം. അപ്പോൾ ഡോണ്ട് ആസ്ക് മീ ഫോർ മണി എന്ന് പറഞ്ഞാൽ എന്നോട് പൈസയ്ക്ക് വേണ്ടി ചോദിക്കണ്ട എന്നാണ് അർത്ഥം. ഡോണ്ട് ആസ്ക് മീ ഫോർ മണി. ഇനി ഈ പടത്തിലുള്ള ഇത് ആരാണ് എന്ന് ചോദിക്കണം. ഇതാരാണ്? അതെങ്ങനെ ചോദിക്കും? ഹൂ ഈസ് ദിസ്? ഈ പിക്ചറിലുള്ള അല്ലെങ്കിൽ ഈ പടത്തിലുള്ള എന്ന് ചോദിക്കാൻ ഇൻ ദിസ് പിക്ചർ. സോ ഹൂ ഈസ് ദിസ് ഇൻ ദിസ് പിക്ചർ എന്ന് ചോദിച്ചാൽ ഈ പടത്തിലുള്ള ഇത് ആരാണ് എന്നുള്ള അർത്ഥമാണ്. ഹൂ ഈസ് ദിസ് ഇൻ ദിസ് പിക്ചർ. ഇനി അടുത്തത് ഇത് വളരെ അന്യായമാണ് എന്ന് പറയണം. അന്യായം എന്ന് പറയുന്നത് അൺഫെയർ എന്നാണ്. സോ ദിസ് ഈസ് സോ അൺഫെയർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ അന്യായമാണ് എന്നാണ് മീനിങ്. ദിസ് ഈസ് സോ അൺഫെയർ. ഇനി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. സോ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു എന്നുള്ള രീതിയിൽ പറയേണ്ടത്. അപ്പം ഐ വാസ് എബൌട്ട് ടു എന്നാണ് പറയുന്നത്. സോ ഐ വാസ് എബൌട്ട് ടു, ജോലിക്ക് പോവുക എന്ന് പറയുന്നത് ഗോ ടു വർക്ക് എന്നാണ്. സോ ഐ വാസ് എബൌട്ട് ടു ഗോ ടു വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു എന്നാണ് മീനിങ്. ഐ വാസ് എബൌട്ട് ടു ഗോ ടു വർക്ക്. ഇനി ഞാൻ മുമ്പ് ഈ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയണം. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹാവ് പ്ലസ് വെർബിൻ്റെ V3 ഫോം. അപ്പോൾ കഴിക്കുക എന്നുള്ളത് ഈറ്റാണ്, അതിൻ്റെ V3 ഫോം ഈറ്റൺ ആണ്. സോ ഐ ഹാവ് ഈറ്റൺ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാണ്. ഈ റെസ്റ്റോറൻറ്റിൽ വെച്ച് അതെങ്ങനെ പറയും? അറ്റ് ദിസ് റെസ്റ്റോറൻറ്റ്. മുമ്പ് എന്ന് പറയാൻ ബിഫോർ. സോ ഐ ഹാവ് ഈറ്റൺ അറ്റ് ദിസ് റെസ്റ്റോറൻറ്റ് ബിഫോർ. ഐ ഹാവ് ഈറ്റൺ അറ്റ് ദിസ് റെസ്റ്റോറൻറ്റ് ബിഫോർ. അതായത് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്തത് നീ എന്തിനാണ്
ഉച്ചത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അലറുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? അലറുക എന്ന് പറയുന്നത് യെൽ എന്നാണ്. സോ വൈ ആർ യു യെല്ലിങ് എന്ന് ചോദിച്ചാൽ നീ എന്തിനാണ് അലറുന്നത് എന്നുള്ള മീനിങ് ആണ്. വൈ ആർ യു യെല്ലിങ്. ഇനി അടുത്തത് ഞാൻ അവ മടക്കി വെച്ചു എന്ന് പറയണം. അപ്പം മടക്കുക എന്നുള്ളത് ഫോൾഡാണ്. അപ്പം മടക്കി വെച്ചു അത് പാസ്റ്റ് ടെൻസ് ആണ്. ഫോൾഡഡ്, ഐ ഫോൾഡഡ് ദം എന്ന് പറഞ്ഞാൽ ഞാൻ അവ മടക്കി വെച്ചു എന്നാണ് മീനിങ്. ഇനി നിൻ്റെ മുടി കെട്ടുക എന്ന് പറയണം. കെട്ടുക എന്ന് പറയുന്നത് ടൈ എന്നാണ്. സോ ടൈ യുവർ ഹെയർ എന്ന് പറഞ്ഞാൽ നിൻ്റെ മുടി കെട്ടുക. ഇനി മൂക്ക് ചീറ്റുക എന്നെങ്ങനെയാണ് പറയുന്നത്? ബ്ലോ യുവർ നോസ്. ബ്ലോ യുവർ നോസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ മൂക്ക് ചീറ്റുക എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കുക എന്ന് പറയണം. അപ്പോൾ ഇവിടെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വെയിറ്റ് ഹിയർ എന്നാണ്. സോ വെയിറ്റ് ഹിയർ, ഞാൻ തിരിച്ചു വരുന്നത് വരെ അതെങ്ങനെ പറയും? അൺടിൽ ഐ ഗെറ്റ് ബാക്ക്. സോ വെയിറ്റ് ഹിയർ അൺടിൽ ഐ ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കുക എന്നാണ് മീനിങ്. ഇനി അടുത്തത് ആരെങ്കിലും എന്നെ കണ്ടെങ്കിലോ. സോ ഇങ്ങനത്തെ സെൻറ്റൻസസ് ചോദിക്കേണ്ട, അപ്പം അവിടെ വാട്ട് ഇഫ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഇഫ് ആരെങ്കിലും എന്നെ കാണുക, ആരെങ്കിലും സംവൺ, കാണുക എന്നുള്ളത് സി ആണ്. സംവൺ സിംഗുലർ ആയതുകൊണ്ട് സീസ് എന്ന് വരും. സോ സംവൺ സീസ് മീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ കാണുക എന്നാണ്. ഇനി കണ്ടെങ്കിലോ എന്ന് ചോദിക്കാനാണ് വാട്ട് ഇഫ് സംവൺ സീസ് മീ. ഇനി വീട്ടിൽ ആരും ഇല്ലെങ്കിലോ അതെങ്ങനെ ചോദിക്കും? വീട്ടിൽ ആരുമില്ല എന്ന് പറയാം നോ വൺ ഈസ് ഹോം എന്ന് പറയാം. സോ വീട്ടിൽ ആരും ഇല്ലെങ്കിലോ വാട്ട് ഇഫ് നോ വൺ ഈസ് ഹോം, വീട്ടിൽ ആരും ഇല്ലെങ്കിലോ എന്നാണ് മീനിങ്. ഇനി അടുത്തത് അത് അവൾ ആയിരിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ആയിരിക്കാം എന്ന് പറയേണ്ടപ്പം കുഡ് ബി ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇറ്റ് കുഡ് ബി ഹെർ എന്ന് പറഞ്ഞാൽ അത് അവൾ ആയിരിക്കാം എന്നാണ് മീനിങ്. ഇറ്റ് കുഡ് ബി ഹെർ. ഇനി അത് അവനായിരിക്കില്ല, അതെങ്ങനെ പറയും? ആയിരിക്കില്ല എന്ന് പറയേണ്ടപ്പം കുഡിൻറ്റ് ബി യൂസ് ചെയ്യുക. സോ ഇറ്റ് കുഡിൻറ്റ് ബി ഹിം എന്ന് പറഞ്ഞാൽ അത് അവനായിരിക്കില്ല എന്നാണ് മീനിങ്. ഇറ്റ് കുഡിൻറ്റ് ബി ഹിം. ഇനി അത് അവൻ്റേതായിരിക്കില്ല. അവൻ്റേത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹിസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് കുഡിൻറ്റ് ബി ഹിസ് എന്ന് പറഞ്ഞാൽ അത് അവൻ്റേതായിരിക്കില്ല. ഇനി അത് അവളുടേതായിരിക്കാം, അതെങ്ങനെ പറയും? അവളുടേത്, ഹേഴ്സ്. ഇറ്റ് കുഡ് ബി ഹേഴ്സ്. ഇനി അടുത്തത് എനിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ ചെയ്യണ്ട, അതെങ്ങനെ പറയും? ഐ ഡോണ്ട് വോണ്ട് ടു ഡു, എനിക്ക് ചെയ്യണ്ട എന്നുള്ള അർത്ഥം വരും. ഇനി അത്തരം കാര്യങ്ങൾ എന്ന് പറയാൻ സച്ച് തിങ്സ്. ഐ ഡോണ്ട് വോണ്ട് ടു ഡു സച്ച് തിങ്സ്, എനിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ എനിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യണ്ട. ഇനി എനിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, അതെങ്ങനെ പറയും? എനിക്കും എന്ന് പറയാൻ ഈതർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഡു സച്ച് തിങ്സ് ഈതർ എന്ന് പറഞ്ഞാൽ എനിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നില്ല എന്നുള്ള മീനിങ് ആണ്. ഇനി ഞാൻ അവളോട് സംസാരിക്കുന്നത് നിർത്തി എന്ന് പറയണം, അതെങ്ങനെ പറയും? ഞാൻ നിർത്തി, ഐ സ്റ്റോപ്ഡ്. നമുക്കറിയാം സ്റ്റോപ്പ് വരുമ്പം വെർബിൻ്റെ കൂടെ ING ചേർത്താണ് പറയേണ്ടത്. അവളോട് സംസാരിക്കുന്നത് ടോക്കിംഗ് ടു ഹെർ. ഐ സ്റ്റോപ്ഡ് ടോക്കിംഗ് ടു ഹെർ. ഇനി അടുത്തത് നിൻ്റെ ബാഗിൻ്റെ സിപ്പ് അടച്ചിട്ടില്ല, അതായത് തുറന്ന് കിടക്കുകയാണ് എന്ന് പറയണം. ബാഗിൻ്റെ സിപ്പ് അടച്ചിട്ടില്ല എന്ന് പറയാൻ അൺസിപ്ഡ് എന്ന് പറയാം. യുവർ ബാഗ് ഈസ് അൺസിപ്ഡ്. യുവർ ബാഗ് ഈസ് അൺസിപ്ഡ്. ഇനി അടുത്തത് ഈ ബാഗ് എനിക്ക് വേണ്ടി ഒന്ന് നീ പിടിക്കാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? പൊളൈറ്റായിട്ട് ചോദിക്കാൻ വുഡ് യു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. ഈ ബാഗ് പിടിക്കുക എന്ന് പറയാൻ ക്യാരി ദിസ് ബാഗ് എന്ന് പറയാം. എനിക്ക് വേണ്ടി എന്ന് പറയാൻ ഫോർ മീ. സോ വുഡ് യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ എന്ന് ചോദിച്ചാൽ ഈ ബാഗ് എനിക്ക് വേണ്ടി ഒന്ന് പിടിക്കാൻ കഴിയുമോ എന്നുള്ള അർത്ഥമാണ്. വുഡ് യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ. ഇനി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം കൂടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നീ ആഗ്രഹിക്കുന്നുണ്ടോ? വുഡ് യു ലൈക്ക് ടു. ഞങ്ങളുടെ കൂടെ കൂടുക എന്ന് പറയുന്നത് ജോയിൻ അസ് എന്നാണ്. അത്താഴത്തിന് എന്ന് പറയാൻ ഫോർ ഡിന്നർ. സോ വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ ഡിന്നർ എന്ന് പറഞ്ഞാൽ അത്താഴത്തിന് ഞങ്ങളുടെ കൂടെ കൂടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് മീനിങ്. വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ ഡിന്നർ. ഇനി അടുത്തത് ഞങ്ങൾ ഒരേ അവസ്ഥയിലാണ് എന്ന് പറയണം.
ഒരേ അവസ്ഥ എന്ന് പറയാൻ സിമിലർ സിറ്റുവേഷൻ എന്ന് പറയാം. സോ വി ആർ ഇൻ ദ സിമിലർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ അവസ്ഥയിലാണ് എന്നാണ് മീനിങ്. വി ആർ ഇൻ ദ സിമിലർ സിറ്റുവേഷൻ. ഇനി അടുത്തത്, ഇന്ന് മഴ പെയ്യുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇത് ഭാവിയിലെ കാര്യമാണ്, വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. സോ വിൽ ഇറ്റ് റെയിൻ ടുഡേ എന്ന് ചോദിച്ചാൽ ഇന്ന് മഴ പെയ്യുമോ എന്നാണ്. അപ്പം നമ്മൾ ആകാശത്തോട്ട് നോക്കിയിട്ട് പറയത്തില്ലേ, നല്ല തെളിഞ്ഞ് കിടക്കുന്നു, ആകാശം നല്ല തെളിഞ്ഞ് കിടക്കുന്നു. അതെങ്ങനെ പറയും? ദ സ്കൈ ലുക്സ് ക്ലിയർ. ദ സ്കൈ ലുക്സ് ക്ലിയർ. അതായത് നല്ല തെളിഞ്ഞ ആകാശമാണ് എന്നുള്ള അർത്ഥമാണ്. ദ സ്കൈ ലുക്സ് ക്ലിയർ. ഇനി ആകാശത്ത് നല്ല മൂടലുണ്ട് അല്ലെങ്കിൽ മൂടിക്കിടക്കുന്നു എന്ന് പറയണമെങ്കിലോ, ദ സ്കൈ ഈസ് ഓവർകാസ്റ്റ് എന്ന് പറയാം. ദ സ്കൈ ഈസ് ഓവർകാസ്റ്റ്. ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൂടലുള്ള, മഴക്കാറുള്ള എന്നുള്ള അർത്ഥമാണ്. ദ സ്കൈ ഈസ് ഓവർകാസ്റ്റ്. ഇനി ഇപ്പം കുട്ടികൾ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല, നിന്റെ ഫോൺ മാറ്റി വയ്ക്കുക. അതെങ്ങനെ പറയും? പുട്ട് എവേ യുവർ ഫോൺ. പുട്ട് എവേ യുവർ ഫോൺ. ഇനി അടുത്തത്, നീ എന്താണ് നേരത്തെ പുറപ്പെടുന്നത് എന്ന് ചോദിക്കണം. നീ എന്തുകൊണ്ടാണ്, വൈ ആർ യു, നേരത്തെ പുറപ്പെടുക എന്ന് പറയുന്നത് ലീവ് ഏർലി എന്നാണ്. സോ ഇത് ING ചേർത്ത് വേണം പറയാൻ. വൈ ആർ യു ലീവിങ് ഏർലി. നീ എന്തുകൊണ്ടാണ് നേരത്തെ പുറപ്പെടുന്നത്? വൈ ആർ യു ലീവിങ് ഏർലി. ഇനി ബീച്ച് ഒത്തിരി ദൂരെയാണോ എന്ന് ചോദിക്കണം. ബീച്ച് ആണോ, ഈസ് ദ ബീച്ച്. ദൂരെ എന്ന് പറയാൻ ഫാർ അവേ. സോ ഈസ് ദ ബീച്ച് ഫാർ അവേ എന്ന് ചോദിച്ചാൽ ബീച്ച് ദൂരെയാണോ എന്നാണ് അർത്ഥം. ഈസ് ദ ബീച്ച് ഫാർ അവേ. ഇനി നിന്റെ വസ്ത്രങ്ങൾ തൂക്കിയിടുക എന്ന് പറയണം. തൂക്കിയിടുക എന്ന് പറയുന്നത് ഹാങ് അപ്പ് എന്നാണ്. സോ ഹാങ് അപ്പ് യുവർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ നിന്റെ വസ്ത്രങ്ങൾ തൂക്കിയിടുക എന്നാണ് അർത്ഥം. ഹാങ് അപ്പ് യുവർ ക്ലോത്ത്സ്. ഇനി നീ അകത്ത് വരുമ്പോൾ നിന്റെ ഷൂസ് ഊരുക എന്ന് പറയണം. നിന്റെ ഷൂസ് ഊരുക എന്നെങ്ങനെയാണ് പറയുന്നത്? ടേക്ക് ഓഫ് യുവർ ഷൂസ്. ടേക്ക് ഓഫ് യുവർ ഷൂസ്. നീ അകത്ത് വരുമ്പോൾ എന്ന് പറയാൻ വെൻ യു കം ഇൻസൈഡ്. സോ ടേക്ക് ഓഫ് യുവർ ഷൂസ് വെൻ യു കം ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ നീ അകത്ത് വരുമ്പോൾ നിന്റെ ഷൂസ് ഊരി മാറ്റുക എന്നുള്ള അർത്ഥമാണ്. ടേക്ക് ഓഫ് യുവർ ഷൂസ് വെൻ യു കം ഇൻസൈഡ്. ഇനി ചില സിനിമയെക്കുറിച്ചൊക്കെ പറയുമ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ പലപ്പോഴും കാണാറുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? പലപ്പോഴും എന്ന് പറയാൻ ഓഫൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. സോ ഐ വാച്ച് ഇറ്റ് ഓഫൺ എന്ന് പറഞ്ഞാൽ ഞാനത് പലപ്പോഴും കാണാറുണ്ട് എന്നാണ് മീനിങ്. ഐ വാച്ച് ഇറ്റ് ഓഫൺ. ഇനി അടുത്തത്, നമുക്ക് എന്തുകൊണ്ട് ഇന്ന് രാത്രി ഷോപ്പിങ്ങിന് പോയിക്കൂടാ എന്ന് ചോദിക്കണം. സോ നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? വൈ ഡോണ്ട് വി. ഷോപ്പിങ്ങിന് പോവുക എന്ന് പറയുന്നത് ഗോ ഷോപ്പിംഗ് എന്നാണ്. ഇന്ന് രാത്രി എന്ന് പറയാം ടു നൈറ്റ്. വൈ ഡോണ്ട് വി ഗോ ഷോപ്പിംഗ് ടു നൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഇന്ന് രാത്രി ഷോപ്പിങ്ങിന് പോയിക്കൂടാ എന്നാണ് മീനിങ്. വൈ ഡോണ്ട് വി ഗോ ഷോപ്പിംഗ് ടു നൈറ്റ്. ഇനി ഞാനൊരു ബസ്സിലാണ് എന്ന് പറയണം. അപ്പം ബസ്സിൽ എന്ന് പറയേണ്ടത് ഓൺ എ ബസ് എന്നാണ്. സോ ഐ ആം ഓൺ എ ബസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബസ്സിലാണ് എന്നാണ്. സോ ഇവിടെ ഓൺ യൂസ് ചെയ്യാൻ കാരണം ബസ്സിനകത്തോട് നമുക്ക് നടക്കാൻ പറ്റില്ല. ഇപ്പം ബസ്, ഫ്ലൈറ്റ്, ഇവിടെ എല്ലാം നമുക്ക് ഓൺ എന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യാം. ഇനി ഞാനൊരു കാറിലാണ് എന്ന് പറയണം. അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ആം ഇൻ എ കാർ. അതായത് നമുക്ക് നടക്കാൻ പറ്റാത്ത, ഇരുന്ന് പോകേണ്ട വാഹനങ്ങളിലാണെങ്കിൽ അവിടെ ഇൻ എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ആം ഇൻ എ കാർ. ഞാനൊരു കാറിലാണ്. ഇനി അടുത്തത്, ഞാനൊരു യാത്ര പോവുകയാണ് എന്ന് പറയണം. യാത്ര പോവുക എന്ന് പറയുന്നത് ഗോ ഓൺ എ ട്രിപ്പ് എന്നാണ്. സോ ഇവിടെയും പ്രപ്പോസിഷൻ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ട്രിപ്പ് പോവുക എന്ന് പറയുന്നത് ഗോ ഓൺ എ ട്രിപ്പ് എന്നാണ്. അപ്പോൾ പോവുകയാണ് എന്നല്ലേ, ഐ ആം ഗോയിങ് ഓൺ എ ട്രിപ്പ്. ഐ ആം ഗോയിങ് ഓൺ എ ട്രിപ്പ്. ഞാനൊരു യാത്ര പോവുകയാണ് എന്നാണ് മീനിങ്. ഐ ആം ഗോയിങ് ഓൺ എ ട്രിപ്പ്. ഇനി നിനക്ക് എപ്പോഴാണ് വാർത്ത ലഭിച്ചത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് യു ഗെറ്റ് ദ ന്യൂസ്. വെൻ ഡിഡ് യു ഗെറ്റ് ദ ന്യൂസ്. നിനക്ക് എപ്പോഴാണ് വാർത്ത ലഭിച്ചത് എന്നുള്ള അർത്ഥമാണ്. ഇനി ഇന്ന് രാവിലെയാണ് എനിക്ക് ഈ ന്യൂസ് കിട്ടിയത്. അതെങ്ങനെ പറയും? ഐ ഗോട്ട് ദിസ് ന്യൂസ് ദിസ് മോർണിംഗ്. ഐ ഗോട്ട് ദിസ് ന്യൂസ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എന്ന് പറയുന്നത് ദിസ് മോർണിംഗ് എന്നാണ്. സോ ഇന്ന് രാവിലെയാണ് എനിക്ക് ഈ വാർത്ത ലഭിച്ചത് എന്നാണ് മീനിങ്. ഐ ഗോട്ട് ദിസ് ന്യൂസ് ദിസ് മോർണിംഗ്. ഇനി ഇന്നലെ രാത്രി ഞാനത് ശരിയാക്കി. ശരിയാക്കുക എന്ന് പറയുന്നത് ഫിക്സ് എന്നാണ്. അപ്പം ശരിയാക്കി എന്ന് പറയാൻ ഫിക്സ്ഡ് വരും. ഐ ഫിക്സ്ഡ് ഇറ്റ് ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ്.
ഐ ഫിക്സ്ഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി അത് ശരിയാക്കി എന്നാണ് മീനിങ്. ഐ ഫിക്സ്ഡ് ഇറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇനി ഞാൻ 4 മണിക്ക് പാചകം ചെയ്യാൻ തുടങ്ങി എന്ന് പറയണം. അപ്പോൾ ഞാൻ തുടങ്ങി, ഐ സ്റ്റാർട്ടഡ് പാചകം ചെയ്യുക എന്നുള്ളത് കുക്കിംഗ് എന്നാണ്. ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ് 4 മണിക്ക് എന്ന് പറയാൻ അറ്റ് 4 o'clock. സോ ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ് അറ്റ് 4 o'clock എന്ന് പറഞ്ഞാൽ ഞാൻ 4 മണിക്ക് പാചകം ചെയ്യാൻ തുടങ്ങി എന്നുള്ള മീനിങ് ആണ്. ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ് അറ്റ് 4 o'clock. ഇനി ഞാൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറയണം. ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുക്ക് ദ ടിക്കറ്റ് എന്നാണ്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ബുക്ക്ഡ് ദ ടിക്കറ്റ്. ഐ ബുക്ക്ഡ് ദ ടിക്കറ്റ്. ഇന്നലെ എന്ന് പറയാം യെസ്റ്റർഡേ. ഐ ബുക്ക്ഡ് ദ ടിക്കറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനി അടുത്തത്, ഞാൻ ഈ ജാറിൻ്റെ അടപ്പ് അടയ്ക്കട്ടെ എന്ന് പറയണം. അപ്പം ഈ പിരിച്ചടയ്ക്കുന്ന ജാറില്ലേ, അത്തരം ജാറുകളുടെ അടപ്പ് അടയ്ക്കുക എന്ന് പറയുന്നത് സ്ക്രൂ ദ ജാർ ലിഡ് എന്നാണ്. ജാർ ലിഡ് എന്ന് പറഞ്ഞാൽ ജാറിൻ്റെ അടപ്പ് എന്നാണ്. ലെറ്റ് മീ സ്ക്രൂ ദ ജാർ ലിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജാറിൻ്റെ അടപ്പ് അടയ്ക്കട്ടെ എന്നാണ് മീനിങ്. ഇനി ഞാൻ ഈ ജാറിൻ്റെ അടപ്പ് തുറക്കട്ടെ എന്ന് പറയണമെങ്കിലോ, അവിടെ തുറക്കുക എന്ന് പറയാൻ അൺസ്ക്രൂ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. സോ ലെറ്റ് മീ അൺസ്ക്രൂ ദ ജാർ ലിഡ് എന്ന് പറഞ്ഞാൽ ഈ ജാറിൻ്റെ അടപ്പ് ഞാൻ തുറക്കട്ടെ എന്നാണ് മീനിങ്. ലെറ്റ് മീ അൺസ്ക്രൂ ദ ജാർ ലിഡ്. ഇനി നമ്മുടെ കയ്യിലൊക്കെ കുപ്പിച്ചില്ലോ അല്ലെങ്കിൽ ഈ ചീളില്ലേ, തടിയുടെ ചീള്, ഇങ്ങനത്തെയൊക്കെ കൊണ്ട് കയറുമ്പം അതിന് പറയുന്നത് സ്പ്ലിൻറ്റർ എന്നാണ്. സോ എൻ്റെ വിരലിൽ ഒരു മുള്ളോ അല്ലെങ്കിൽ കുപ്പിച്ചില്ലോ കുത്തി കയറി എന്ന് പറയാൻ ഐ ഗോട്ട് എ സ്പ്ലിൻറ്റർ ഇൻ മൈ ഫിംഗർ എന്ന് പറയാം. ഇനി അടുത്തത്, ഞാൻ നിൻ്റെ കാറ് പാർക്ക് ചെയ്യാൻ നിന്നെ സഹായിക്കാം എന്ന് പറയണം. ഞാൻ നിന്നെ സഹായിക്കാം, ഐ വിൽ ഹെൽപ്പ് യു. നിൻ്റെ കാറ് പാർക്ക് ചെയ്യാൻ, പാർക്ക് യുവർ കാർ. ഐ വിൽ ഹെൽപ്പ് യു പാർക്ക് യുവർ കാർ. നിൻ്റെ കാർ പാർക്ക് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്നാണ് മീനിങ്. ഐ വിൽ ഹെൽപ്പ് യു പാർക്ക് യുവർ കാർ. ഇനി എനിക്ക് നിന്നോട് ചോദിക്കാൻ ചിലതുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? എനിക്ക് ഉണ്ട്, ഐ ഹാവ്. ചിലത് എന്ന് പറയാൻ സംതിങ് എന്നാണ്. നിന്നോട് ചോദിക്കാൻ എന്ന് പറയാൻ ടു ആസ്ക് യു. ഐ ഹാവ് സംതിങ് ടു ആസ്ക് യു. എനിക്ക് നിന്നോട് ചോദിക്കാൻ ചിലതുണ്ട്. ഇനി എനിക്ക് വേറെ ചിലത് പറയാനുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ, വേറെ ചിലത് സംതിങ് എൽസ്. ഐ ഹാവ് സംതിങ് എൽസ് പറയാനെന്ന് പറയാൻ ടു സേ. ഐ ഹാവ് സംതിങ് എൽസ് ടു സേ. എനിക്ക് വേറെ ചിലത് പറയാനുണ്ട്. ഇനി അവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയണം. ഒരു കാര്യവുമില്ല എന്ന് പറയാൻ ഇറ്റ്സ് നോ യൂസ് എന്ന് പറയാം. ഇറ്റ്സ് നോ യൂസ്. അവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിട്ട്, ട്രൈയിങ് ടു പ്ലീസ് ഹിം. ഇറ്റ്സ് നോ യൂസ് ട്രൈയിങ് ടു പ്ലീസ് ഹിം. അതായത് അവനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് മീനിങ്. ഇറ്റ്സ് നോ യൂസ് ട്രൈയിങ് ടു പ്ലീസ് ഹിം. പ്ലീസ് ഹിം എന്ന് പറഞ്ഞാൽ അവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്തത്, അത് നീക്കാൻ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ക്യാൻ ഐ ഹെൽപ്പ് യു എന്നാണ്. അത് നീക്കാൻ, മൂവ് ദാറ്റ്. സോ ക്യാൻ ഐ ഹെൽപ്പ് യു മൂവ് ദാറ്റ് എന്ന് ചോദിച്ചാൽ അത് നീക്കാൻ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമോ എന്നാണ് അർത്ഥം. ഇനി എനിക്ക് അവനെ പോകാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയണം. എനിക്ക് കഴിയില്ല, ഐ കാൺട്ട്. അവനെ പോകാൻ അനുവദിക്കുക, ലെറ്റ് ഹിം ഗോ. സോ ഐ കാൺട്ട് ലെറ്റ് ഹിം ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ പോകാൻ അനുവദിക്കാനാവില്ല എന്നുള്ള അർത്ഥമാണ്. ഐ കാൺട്ട് ലെറ്റ് ഹിം ഗോ. ഇനി അവനെ പോകാൻ അനുവദിക്കരുത് എന്നാണ് പറയേണ്ടതെങ്കിലോ, അരുത് എന്ന് പറയാൻ ഡോണ്ട്. സോ ഡോണ്ട് ലെറ്റ് ഹിം ഗോ എന്ന് പറഞ്ഞാൽ അവനെ പോകാൻ അനുവദിക്കരുത് എന്നാണ് മീനിങ്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 100 സെൻറ്റൻസസ് കൂടിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.